ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിനായി ഉടൻ എത്തിച്ചേരും. ശ്രീകൃഷ്ണ കോളേജിലെ ഗ്രൗണ്ടിലാണ് ഉപരാഷ്ട്രപതി ഇറങ്ങിയത്. അല്പസമയത്തിനുള്ളിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തും. രാവിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് സന്ദർശനം നീണ്ടുപോവുകയായിരുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവുണ്ട്. സാനു, ഏറെ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു ഈ സന്ദർശനത്തിൽ. രാവിലെ കനത്ത മഴയുണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? രാഖി, എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇറങ്ങും. തുടർന്ന് അവിടുന്ന് ശ്രീവത്സത്തിലേക്ക് എത്തി അവിടെ അല്പനേരം വിശ്രമിച്ചതിന് ശേഷമായിരിക്കും 10 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുക. എന്തായാലും ഈ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും രാവിലെ മുതൽ, അതായത് കഴിഞ്ഞ ദിവസം മുതൽ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലും ഒപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ സുരക്ഷ ശക്തമായിരുന്നു. എന്തായാലും രാവിലെ 9:20 ഇവിടെ ദർശനം നടത്തി ഉപരാഷ്ട്രപതി തിരിച്ചു പോകും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഷെഡ്യൂൾ. എന്തായാലും ആ സമയത്ത് കാലാവസ്ഥ മോശമായിരുന്നു. ഉപരാഷ്ട്രപതിയുമായി വന്ന ഹെലികോപ്റ്ററിന് കൃത്യമായിട്ട് ഈ ശ്രീകൃഷ്ണ കോളേജിലെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ സാധിച്ചില്ല. ശക്തമായ മഴയും ഒപ്പം തന്നെ കാറ്റും ഉണ്ടായിരുന്നതിനാൽ കൃത്യമായിട്ട് അതിൻ്റെ ലാൻഡിങ് നടന്നില്ല. അതിനെ തുടർന്ന് 3 വട്ടം ഈ ഹെലികോപ്റ്റർ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് മടങ്ങുകയായിരുന്നു. കൊച്ചി നാവികതാവളത്തിലേക്ക് മടങ്ങുകയായിരുന്നു. കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം, ലീഗൽ സ്റ്റഡീസിലെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് ഉപരാഷ്ട്രപതിയും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എത്തുന്നത്. ഈ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ ഈ ദർശന സമയത്തിലടക്കം ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ ചില അനിശ്ചിതത്വം ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ഭക്തരെ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറ്റുകയായിരുന്നു. എന്തായാലും ഈ 12 മണിയോടുകൂടി ആ ഒരു നിയന്ത്രണം, ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന നിയന്ത്രണം വീണ്ടും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നു. ഈ തീർത്ഥാടകരെ അടക്കം അമ്പലത്തിനുള്ളിലേക്ക്, ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനടക്കം ഉള്ള കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിവാഹം, ചോറൂൺ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പൂർത്തിയാക്കി തിരിച്ച് കൊച്ചിയിലേക്ക് മടങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും സാധാരണ ഭക്തർക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായിട്ട് ദർശനം നടത്തുന്നതിന് ദർശന ക്രമീകരണം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കടമകളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. SPGയുടെയും അതേപോലെ തന്നെ സംസ്ഥാന പോലീസിന്റെയും അടക്കമുള്ള നിയന്ത്രണം നിലവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. രാഖി, സാനു, അതുപോലെ തന്നെ രാവിലെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ദർശന സമയവുമായിരുന്നു. ഇനിയിപ്പോൾ ഉച്ചയാകുന്നു. എങ്ങനെയാണ് ദർശന സമയം ക്രമീകരിച്ചിരിക്കുന്നത്? അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ കൂടി. രാവിലെ ഉണ്ടായിരുന്നതിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് നിലവിൽ ഇപ്പോഴും തുടരുന്നത്. രാവിലെ 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത്, അതായത് രാവിലെ ഉപരാഷ്ട്രപതി എത്തുമെന്ന് പറഞ്ഞ സമയം 8:20 അതായത് ആ 8:20 എത്തുമെന്ന് പറഞ്ഞതിന് 8 മണി മുതൽ ഇവിടെ ഈ ദർശനക്രമത്തിൽ, അതായത് ചോറൂണ്, വിവാഹമടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. 10 മണിക്ക് ശേഷമായിരുന്നു ഈ ചടങ്ങുകളൊക്കെ പുനർക്രമീകരിച്ചിരുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനം വൈകിയതോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂളിൽ മാറ്റം വന്നതോടുകൂടി വീണ്ടും ഭക്തരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും ദൈനംദിന ചടങ്ങുകൾ, ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ചടങ്ങുകളൊക്കെ അതിൻ്റെ ക്രമത്തിൽ തന്നെ നടന്നു. ഈ രണ്ടാമത് വീണ്ടും ഉപരാഷ്ട്രപതിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തണമെന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയതിനെ തുടർന്നാണ് രണ്ടാമതും വീണ്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയും അതേപോലെ തന്നെ ഈ തീർത്ഥാടകരെ ഉള്ളിലേക്ക്, ഭക്തരെ ഉള്ളിലേക്ക് കയറ്റുന്നതിലടക്കം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. നിലവിൽ വിവാഹമടക്കമുള്ള ചടങ്ങുകൾ ഇവിടെ പൂർത്തീകരിച്ചിരുന്നു. ഈ ഉപരാഷ്ട്രപതിയുടെ ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാഹമടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മണ്ഡപങ്ങൾ ഒരുക്കുമെന്ന് നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങുകളെല്ലാം സുഗമമായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. 1 മണിയോടുകൂടി അദ്ദേഹവുമായിട്ട് വരുന്ന ഹെലികോപ്റ്റർ ഈ ശ്രീകൃഷ്ണ കോളേജിൽ ലാൻഡ് ചെയ്യും. തുടർന്ന് 10 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം ശ്രീവത്സ ഓഡിറ്റോറിയത്തിൽ എത്തുമെന്നും അതിനുശേഷം 10 മിനിറ്റ് കൊണ്ട് തന്നെ ക്ഷേത്രത്തിലെത്തി ദർശനം പൂർത്തിയാക്കി 2 മണിയോടുകൂടി ഉപരാഷ്ട്രപതി കൊച്ചിയിലെ നാവികതാവളത്തിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രാഖി.